നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ ലോകം മുഴുവനും സ്തംഭിച്ചു. വിമാനയാത്രകൾ എല്ലാം തന്നെ നിലച്ചു. ഘട്ടം ഘട്ടമായി യാത്രകൾ പുനരാരംഭിക്കുന്നുവെങ്കിലും പൂർണ്ണമായി ഇതുവരെ ഉണർന്നിട്ടില്ല. ഇതിൽ യാത്രക്കാർ കടുത്ത ആശങ്കയിലാണ്. പ്രത്യേകിച്ച് സൗദി, കുവൈറ്റ് എന്നീ രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്നവർ. ഇപ്പോഴിതാ കോവിഡ് കാലത്ത് വർദ്ധിച്ച വിമാനയാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ട്രാവൽ പാസ് കരസ്ഥമാക്കുക. വാക്സിൻ എടുത്തവർക്കും PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും യാത്ര എളുപ്പമാക്കുകയാണ് ട്രാവൽ പാസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. മാസാവസാനം പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ നിലവിലുള്ള ബോർഡിംഗ് പാസിന് പകരമുള്ള ഡിജിറ്റൽ രേഖയായ ട്രാവൽ പാസിൽ കോവിഡ് വാക്സിൻ, പരിശോധനാ ഫലം എന്നിവയുടെ വിവരങ്ങൾ, പാസ്പോർട്ട് രേഖകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ പാസ് കൈവശമുള്ളവർക്ക് യാത്ര എളുപ്പമാകുകയും യാത്രാ നടപടികളും ഡിജിറ്റലാകുകയും ചെയ്തതാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് പ്രിന്റ് ചെയ്ത ട്രാവൽ പാസ് നൽകുന്നതായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ അധികൃതരുമായി ചർച്ച നടത്തിയതായും യാത്രക്കാർ ട്രാവൽ പാസ് കരുതണമെന്ന നിർദ്ദേശം വൈകാതെ വിവിധ എയർലൈനുകൾ വഴി നൽകുകയും ചെയ്യും. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, വിസ്താര ഉൾപ്പെടെ ആഗോളതലത്തിൽ 290 എയർലൈനുകൾ അയാട്ടയിൽ അംഗങ്ങളാണ്. അയാട്ട ട്രാവൽ പാസ് എന്ന മൊബൈൽ ആപ്പിലൂടെയാകും ഡിജിറ്റൽ പാസ് ലഭ്യമാകുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വ്യക്തിഗത വിവരങ്ങൾക്ക് പുറമെ വാക്സിൻ, പരിശോധനാ ഫല വിവരങ്ങളും അപ്ലോഡ് ചെയ്തിരിക്കണം. വിവിധ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനം അനുസരിച്ച് വ്യത്യസ്ത നിയമങ്ങളാണ് നൽകിയിട്ടുള്ളത്. എമിറേറ്റ്സ് എയർലൈൻ, ഒമാൻ എയർ, ഖത്തർ എയർവേസ്, ഗൾഫ് എയർ തുടങ്ങി മേഖലയിലെ വിവിധ എയർലൈനുകൾ ട്രാവൽ പാസ് ഉപയോഗിച്ചു വരികയാണ്. ആയതിനാൽ തന്നെ ഗൾഫിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഏറെ സുഗമമായി യാത്ര ചെയ്യാൻ ട്രാവൽ പാസ് സഹായകമാകുന്നതാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇത് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ ഉടൻ തന്നെ തീരുമാനമാകുമെന്നാണ് സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.